മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഒരു രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ, അവൾ 12 വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യം പ്രാപിക്കാതിരുന്നവളാണ്. പക്ഷേ അന്ന് യേശു ആ പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവളങ്ങ് പ്രതീക്ഷിക്കുകയാണ്, അവളങ്ങ് വിശ്വസിക്കുകയാണ്. അവൾ എന്താ പ്രതീക്ഷിച്ചത്? അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ, മർക്കോസ് 5:28 പറയുന്നുണ്ട്, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ രക്ഷപ്പെടും. അത് അവളോട് തന്നെ അവൾ പറഞ്ഞതാ, ഞാൻ രക്ഷപ്പെടും. നിങ്ങൾ പറയണം, അത് നിങ്ങൾ പറയണം. ഞാൻ ഗുണം വരത്തില്ല, നന്നാത്തില്ല നല്ല പറയണം. ഞാൻ രക്ഷപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതൊക്കെ പ്രതീക്ഷിക്കണം. ദൈവത്തിൽ അങ്ങ് ഉറച്ച് പ്രതീക്ഷിക്കണം. സംശയിക്കാൻ വളരെ എളുപ്പമാണ്. സംശയിക്കാനും സംശയിപ്പിക്കാനും പിശാചും അവന്റെ സകല സൈന്യങ്ങളും ഒരുപോലെ രംഗത്തിറങ്ങി നിൽക്കുകയാണ്. പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും തൊട്ടാൽ സൗഖ്യം വരും എന്നങ്ങ് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പ്രതീക്ഷ അത്ഭുതത്തിലേക്ക് നടത്തിയില്ലേ? ആ പ്രതീക്ഷ വിഫലമായി പോയോ? ആ പ്രതീക്ഷ താറുമാറായി പോയോ? 12 വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യമാകാതിരുന്ന ആ സഹോദരി പ്രതീക്ഷയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ വസ്ത്രത്തിന്റെ തൊങ്കലേലും, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ അവളുടെ പ്രത്യാശയ്ക്ക്, പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നോ? വന്നില്ല. ഹല്ലേലൂയ. വേദപുസ്തകത്തില് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി തന്നെ മെസ്സേജും അതാ, ദൈവത്തെ കാത്തിരിക്കുന്നു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള മനുഷ്യൻ വന്ന് യേശു കർത്താവിന്റെ കാൽക്കൽ വീണു. അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ സമയത്ത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തേണ്ട. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു ആ വാക്ക് കാര്യമാക്കാതെ, യേശു ആ വാക്കിനെ കാര്യമാക്കാതെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് ഉത്തരം പറഞ്ഞു. രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ലേ? ആ മരിച്ചുപോയ കുഞ്ഞിനെ യേശു കർത്താവ് ഉയർപ്പിച്ചില്ലേ? അത്ഭുതം നടന്നില്ലേ? യായിറോസിന്റെ കാത്തിരിപ്പ് വിഫലമായോ? യായിറോസിന്റെ കാത്തിരിപ്പ് പരാജയമായോ? ഇല്ല. യായിറോസിന്റെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, 12 വർഷം രക്തസ്രവക്കാരി സ്ത്രീയുടെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, 18 വർഷം കൂനയായ സ്ത്രീയുടെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, ബെഥസ്ദയുടെ കുളക്കരയിൽ കിടന്ന 38 വർഷം സൗഖ്യം കാത്തിരുന്നവന്റെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, അത് അത്ഭുതമായെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഒരിക്കലും നമ്മുടെ എക്സ്പെക്ടേഷൻ, ദൈവത്തിലുള്ള നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടരുത്. ഞാൻ വീണ്ടും ആ പ്രിയ മകളോട്, മകനോട് ദൈവവചനത്തിൽ അറിയിക്കുന്നു, മോനെ, മോളെ, സഹോദര, സഹോദരി, പ്രിയ അമ്മേ, പ്രിയ പിതാവേ, ദൈവത്തിലുള്ള നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന, രോഗക്കിടക്കയിലായിരിക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഡോക്ടർമാർ എപ്പോഴും ചിലപ്പോൾ പറയുന്ന കാര്യമാണ്, സീരിയസ് ആണ്, പ്രതീക്ഷയ്ക്ക് വകയില്ല. ഡോക്ടർമാർ ഒരു പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് അവർ പറയുന്നത് ശരിയായിരിക്കാം, അങ്ങനെയായിരിക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ, വൈദ്യശാസ്ത്രം പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞതിനകത്തും യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കേസ് അറിയാം? എനിക്ക് ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ കേസ് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എത്രയോ സാക്ഷ്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ആ നിലകളിലുള്ളത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിന്ന് ആയുസ്സോടെ
ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 22 വർഷം മക്കളില്ലാത്തവർ, 28 വർഷം മക്കളില്ലാത്തവർ, ഇനി തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി എല്ലാ ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച ദമ്പതികൾക്ക്, കുടുംബങ്ങൾക്ക് യേശു അപ്പ അബ്രഹാമിന്റെയും സാറായുടെയും ദൈവം, എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ദൈവം, ലേയുടെ ദൈവം ഹല്ലേലൂയ അത്ഭുതത്തെ ചെയ്തിട്ടുണ്ട്. ഹന്നായുടെ ദൈവം അത്ഭുതത്തെ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കുക, പ്രതീക്ഷ പോകരുത്. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. 2, എപ്പോഴും ഈ ദൈവത്തിലുള്ള പ്രതീക്ഷയാണ് ആത്മീക അന്തരീക്ഷങ്ങളെ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹീലിംഗിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ, കർത്താവിൽ നിന്നൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അവരൊന്നിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും ചിന്തയൊക്കെ ഞെട്ടിക്കുന്ന നിലകളിൽ യേശു അത്ഭുത സൗഖ്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയിൽ എത്രയോ ആളുകൾ വണ്ടിക്കകത്ത് എടുത്തോണ്ട് വന്ന്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ തിരുവല്ലയിലുള്ള പ്രിയ മകൻ കഴിഞ്ഞ ദിവസം അവൻ എന്തോ ഒരു ഗെയിമിൽ പങ്കെടുത്തിട്ട് ഒരു ട്രോഫി പിടിച്ചോണ്ട് നിൽക്കുന്ന, അത് മീഡിയയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തേക്കാവോ, ഒരു വേണേ ഒന്ന് കാണിച്ചേക്കും പാസ്റ്ററിലുണ്ടെങ്കിൽ. ഒരു ട്രോഫി പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ജിജി പാസ്റ്ററിന് അവര് ആ പ്രിയ അമ്മ ആ കുടുംബം അയച്ചു കൊടുത്തു. ആ മകന് ദീർഘവർഷങ്ങൾ കിടപ്പ് രോഗിയായിരുന്നു. എല്ലാ ട്രീറ്റ്മെന്റുകളും നടത്തിയിരുന്നു. ആ കുഞ്ഞൊരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് വിധി എഴുതിയ കുഞ്ഞാണ്. തിരുവല്ല മീറ്റിങ്ങിന് ആ പ്രിയ മകനെ അവരെടുത്തുകൊണ്ട് വന്നതാണ്. ഹല്ലേലൂയ. പക്ഷെ അന്നത്തെ പ്രാർത്ഥനയില് ആ പ്രിയ മകനെ യേശു സൗഖ്യമാക്കി. ഞാൻ കഴിഞ്ഞ 24ഓളം വർഷമായി എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ട്. ഞാനല്ല നിങ്ങളെ സൗഖ്യമാക്കുന്നത്, യേശുവിന്റെ കരമാ സൗഖ്യമാക്കുന്നത്. Hallelujah. Amen. Jesus Christ is your healer. Yes. He will heal you completely. Amen. He is the great physician. Yes, amen. യേശു നിങ്ങളെ സുഖമാക്കുന്ന, സൗഖ്യമാക്കുന്ന കർത്താവാണ്. അന്നത്തെ മീറ്റിംഗില് ആ പ്രിയ അമ്മ ഏറ്റവും അവസാനം ഓടി വന്നിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് നിലവിളിച്ചു വന്ന ആ അമ്മയുടെ നിലവിളി കേട്ട് കർത്താവ് കരുണ കാണിച്ച് ആ പ്രിയ കുഞ്ഞിനെ സൗഖ്യമാക്കി. കഴിഞ്ഞ ദിവസം എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് മനുഷ്യർ വിധി എഴുതിയ ദീർഘവർഷങ്ങൾ കിടപ്പ് രോഗിയായ കുഞ്ഞ്, ആ പ്രിയ മകന് ഏതോ ഒരു ഗെയിമിൽ, കളിയിൽ, ഫുട്ബോളോ മറ്റോ അതിൽ പങ്കെടുത്തിട്ട് അവൻ അതിനകത്ത് ട്രോഫിയും പിടിച്ചു നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ദൈവം എത്ര വലിയവനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ്, പ്രത്യാശയുള്ളവർക്ക് വേണ്ടിയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ മുഴുവൻ നന്മകളും സുലഭമായി അവൈലബിളായി നമുക്ക് ലഭ്യമായി തീരുന്നത്. ഒന്ന് കൈകളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വേദപുസ്തകത്തിനകത്ത് പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അതൊരു നല്ല ഹൃദയം അല്ല. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ബൈബിളിൽ പറയുന്നത്. ഹല്ലേലൂയ. കാറ്റും കടലും ഇളകി മറിഞ്ഞ സമയത്ത് ശിഷ്യന്മാര്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ സമയത്ത് യേശു അമരത്തെഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും മാത്രമല്ല ശാസിച്ചത്, അവിശ്വസിച്ച ആ ശിഷ്യന്മാരെ ശാസിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? അല്പവിശ്വാസികളെ ഞാൻ നിങ്ങളെ എത്ര അധികം സഹിക്കും എന്നാ കർത്താവ് ചോദിച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് മക്കളെ, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കണം, നമ്മളത് കാണണം. ഈ വീൽ ചെയറിലുള്ള രോഗികൾ സൗഖ്യമാകുന്നതും യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതുമൊക്കെ ദൈവം ഉപയോഗിക്കുന്ന ഒത്തിരി അനോയിന്റഡ് സെർവൻസ് ഉണ്ട്, ഒത്തിരി അഭിഷിക്തന്മാരുണ്ട്. അവരുടെ ശുശ്രൂഷകളിലൂടെ ഒക്കെ നടക്കുന്ന മിറക്കിളുകൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് കാണുമ്പോൾ, അത്ഭുതങ്ങൾ, ആ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ അകത്തും ആ ആഗ്രഹമുണ്ടാകും, നമ്മുടെ അകത്തും ആ വാഞ്ച ഉണ്ടാകും. കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനെ. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്ന കർത്താവാണ്, ഇന്നും ജീവിക്കുന്ന കർത്താവ്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ അപ്പോസ്തലപ്രവൃത്തി 2:1 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 120 പേര്, ആ 120 പേര് പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിക്കുകയാണ്.
അവരെന്തിനെ പ്രതീക്ഷിച്ചത്? പരിശുദ്ധാത്മാവിനെ. Amen. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്വത്തെ Amen. ആ 120 പേർ പ്രതീക്ഷിച്ച് ഒറ്റ സ്ഥലത്ത് ഒറ്റ മനസ്സോടെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. Amen. അവിടെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായോ? Yes. എന്നാ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറാ ഉണ്ടായത്? Amen. കൊടിയ കാറ്റാൽ, ഇടി മുഴക്കത്താൽ, Yes, hallelujah. പിളർന്ന അഗ്നി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചെന്ന Yes. അപ്പോസ്തല പ്രവൃത്തി Amen. 2:2 എഴുതിയിരിക്കുന്ന അവർ ഇരുന്ന വീട് മുഴുവൻ അത് നിറച്ചു. Amen. അപ്പം പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കൂട്ടത്തിന്റെ ഇടയിലാണ് ഒരു വലിയ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായത്. Amen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഒരു വാക്യം കൂടെ, അത്യാവശ്യം ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9:10 വാക്യം. 1 കൊരിന്ത്യർ 9:10 വാക്യം. ആ 10 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കേവലം നമുക്ക് വേണ്ടി പറയുന്നു, അതെ, ഉഴുതുന്നവൻ ആശയോടെ ഉഴുകുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്ര. അപ്പൊ ഉഴുതുന്ന ഒരാള് ഭയങ്കര ആശയോടെയാണ് ഉഴുതുന്നത്. ഹല്ലേലൂയ. Hallelujah. മെതിക്കുന്നവൻ, അവൻ മെതിക്കുന്ന സ്ഥലം പദമുള്ളതാകും, നടാനുള്ള പദം മണ്ണിനകത്തുണ്ടാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് മെതിക്കുന്നത്. Amen. വിത്ത് വിതയ്ക്കുന്നവൻ വളരെ പ്രതീക്ഷയോടെ ഒരു കൊയ്ത്തിന് വേണ്ടി തന്നെയാണ് വിതയ്ക്കുന്നത്. ആരും വെള്ളം കയറി പോകാൻ വിതയ്ക്കാറില്ല. Yes. കാറ്റടിച്ച് മറിയാൻ വാഴ നടാറില്ല. ഹല്ലേലൂയ. Hallelujah. നടുന്നവനും വിതയ്ക്കുന്നവനും മെതിക്കുന്നവനും ഉഴുതുന്നവനും എല്ലാം ഭയങ്കര പ്രതീക്ഷയോടാ ചെയ്യുന്നത്. Amen. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, അത് പ്രതീക്ഷിക്കുന്നവർക്ക് നെല്ലും ഗോതമ്പും പയറും വിത്തും നന്മയും കൃഷിഫലവും ഒക്കെ ലഭിക്കുന്നെങ്കിൽ, ഈ ഭൂമി അത് വിളയിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തെ പ്രതീക്ഷിക്കുന്ന, ദൈവത്തിന്റെ പ്രവർത്തികളെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ എത്രയധികം ദൈവം അനുഗ്രഹിക്കാനിടയാകും. Hallelujah. ഈ മനുഷ്യനെല്ലാം റിസോഴ്സ് ആണ്, ദൈവമാണ് സോഴ്സ്. Amen. Yes. ഞാൻ വീണ്ടും നിങ്ങളോട് അത് ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഏലിയാവിന്റെ അടുക്കൽ വന്ന കാക്ക റിസോഴ്സ് ആണ്. ആ അപ്പവും ഇറച്ചിയും റിസോഴ്സ് ആണ്. പക്ഷെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. Amen. നിങ്ങൾക്ക് പിന്നെയും മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു 5000 രൂപ വേണം, നിങ്ങൾ വളരെ ഭാരത്തോടിരിക്കുന്നു, ആ പൈസ കിട്ടിയാലേ നിങ്ങളുടെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ വല്ലാത്ത പ്രയാസത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നു, എനിക്കൊരു ഇച്ചിരി പൈസ നിനക്ക് തരാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു 5000 രൂപ ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പൈസ തരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ പൊന്നു കർത്താവേ, അവൾ എത്ര നല്ലവനാ, അവൻ എത്ര നല്ലവനാ. എന്നാൽ ഞാൻ പറയുന്നു, ആ മനുഷ്യനെ അല്ല നിങ്ങൾ പുകഴ്ത്തേണ്ടത്. ആ മനുഷ്യനോട് നിങ്ങൾക്ക് നന്ദി വേണം, നന്ദിയുള്ളവരായിരിക്കണം. പക്ഷേ ആ മനുഷ്യൻ റിസോഴ്സാണ്. ആ മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയത്ത്, ആവശ്യ സമയത്ത് തെരീച്ചത് ദൈവമാണ്. Amen. ദൈവമാണ് എല്ലാ നന്മയുടെയും ഉറവിടം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാ മഹത്വവും ദൈവത്തിനുള്ളതായിരിക്കും. എന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്നവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പീനെന്ന്, മനുഷ്യനോടും ദൈവത്തോടും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉഴുതുന്നവൻ മെതിക്കുന്നവൻ, ഈ ഉഴുതുന്നവനും മെതിക്കുന്നവനും എല്ലാം പ്രതീക്ഷയോടൊരു കൊയ്ത്തിന്റെ പ്രതീക്ഷയോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് വലിയൊരു പ്രതീക്ഷ ഉണ്ടാകണം. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ, ഈ ലൈവ് സർവീസ് അവസാനിപ്പിക്കാൻ സമയമായല്ലോ. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിനെ കാണും മുൻപേ മരിക്കത്തില്ലെന്ന് വാഗ്ദത്തം ലഭിച്ച വ്യക്തിത്വമാണ്. ഈ യേശുവിനെ കാണും മുൻപ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ടായ ഈ മനുഷ്യൻ ദേവാലയത്തിനകത്ത് ദീർഘവർഷങ്ങളായി യേശു കർത്താവിനെ കാത്തിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, ആ കാത്തിരുന്ന മനുഷ്യന്റെ കാത്തിരിപ്പിന് ഒരിക്കലും നിരാശ ഉളവാകേണ്ടി വന്നില്ല. യേശു കർത്താവിനെ കാണാൻ ആ മനുഷ്യന്റെ കണ്ണിന്
ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 40, നിങ്ങളെല്ലാവരും ബൈബിൾ ഒന്ന് തുറന്നേ. സങ്കീർത്തനം 40, 40-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ, 40-ാം സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഞാൻ അത്രേ ചെയ്തുള്ളൂ. ഞാൻ എന്താ ചെയ്തേ? വളരെ പേഷ്യൻ്റ്ലി ഞാൻ ദൈവത്തെ വെയിറ്റ് ചെയ്തു. ഞാൻ ദൈവത്തെ കാത്തിരുന്നു. ഒറ്റ കാര്യമേ സങ്കീർത്തനക്കാരൻ ചെയ്തുള്ളൂ. ആ മനുഷ്യൻ ദൈവമുഖം അന്വേഷിച്ചു, ദൈവത്തെ കാത്തിരുന്നു. പക്ഷേ 7 കാര്യങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തു. ദൈവത്തെ കാത്തിരുന്ന ആ വ്യക്തിക്ക് വേണ്ടി, ആ ദൈവ മനുഷ്യന് വേണ്ടി 7 കാര്യങ്ങൾ ദൈവം ചെയ്തു. അടുത്ത വാക്യം നോക്കി. 1, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. 2, അവൻ എൻ്റെ നിലവിളി കേട്ടു. 3, കുഴിയിൽ നിന്നും അവൻ എന്നെ കയറ്റി. 4, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. 5, അവൻ എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. 6, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. 7, എൻ്റെ വായിൽ അവൻ പുതിയ പാട്ട് തന്നു. 7 കാര്യങ്ങൾ സംഭവിച്ചോന്നൊന്ന് നോക്കിയേ. ആ സങ്കീർത്തനം 40 എടുത്തിട്ട് ഒറ്റ കാര്യമേ ആ മനുഷ്യൻ ചെയ്തുള്ളൂ. ആ മനുഷ്യൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പക്ഷേ 7 കാര്യങ്ങൾ ദൈവം ആ മനുഷ്യന് വേണ്ടി ചെയ്തു. 1, അവങ്കിലേക്ക് ചാഞ്ഞു. 2, എൻ്റെ നിലവിളി കേട്ടു. 3, കുഴിയിൽ നിന്ന് എന്നെ കയറ്റി. 4, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ വായിൽ അവൻ പുതിയ ഒരു പാട്ട് തന്നു. ഫാസ്റ്റിങ്ങോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും പരാജയമാകുകയില്ല. അത് അത്ഭുതമായി തീരാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊരു ആമീൻ പറഞ്ഞ്. ബാക്കി ഇനി അവരോടാ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു ആമീൻ ടൈപ്പ് ചെയ്തേ. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, വിടുതൽ വായിക്കുമ്പോൾ ആ വിടുതലിന്റെ വലിപ്പം വലുതാണ്. ലാസറിന്റെ വീട്ടിൽ യേശുവിനെ മാർത്തയും മറിയയും ലാസർ ദീനമായി കിടന്നപ്പോഴേ വിളിച്ചായിരുന്നു. പക്ഷെ യേശു പോയില്ല. 4 ദിവസം താമസിച്ചാ പോയെ. എന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് യേശു ചെന്നേ. ഏർലി പോയില്ല, നേരത്തെ പോയില്ല, ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. എൻ്റെ ചോദ്യം ഇതാണ്, ഏർലി ആയിട്ട് നേരത്തെ യേശു ആ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ റിപ്പോർട്ട്. എൻ്റെ സഹോദരനെ സുഖമില്ല കിടന്നതാ, നമ്മുടെ യേശു, നസ്രയനായ യേശു വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, സഹോദരന് സൗഖ്യമായി, ഇപ്പോൾ അവൻ ആക്റ്റീവായി, ഓക്കെ ആയിട്ടിരിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. പക്ഷേ മരിച്ചുപോയി, ലേറ്റായിപ്പോയി, യേശു വരാൻ വൈകിപ്പോയി, 4 ദിവസം താമസിച്ച കർത്താവ് ചെല്ലുന്നത്. അവിടെ എന്തുവാ സംഭവിച്ചത്? മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്നതാണോ അത്ഭുതം? അതോ പനി പിടിച്ച് കിടന്നവനെ എഴുന്നേപ്പിച്ച് വിടുന്നതാണോ അത്ഭുതം? അതും അത്ഭുതമാണ്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും അതിൻ്റെ മഹത്വമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നു, കർത്താവ് ഇച്ചിരി ലേറ്റായിട്ട് ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് വലിയ മഹത്വം വെളിപ്പെട്ടത്. മാർത്തയോടും മറിയോടും യേശു അത് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ ഇന്ന് ഈ ഓൺലൈൻ സർവീസിൽ കാണുന്ന കുടുംബങ്ങളോട് എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആരുടെയെങ്കിലും സൗഖ്യമോ വിടുതലോ മാനസാന്തരമോ വഴി തുറക്കാനോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട്, ഒത്തിരി ലേറ്റ് ആകുന്നു, ഡിലേ ആകുന്നു, കാലതാമസങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നു, നിന്റെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മഹത്വം വെളിപ്പെടാൻ, ആ വിഷയത്തിനകത്ത് വലിയ മഹത്വം വെളിപ്പെടാനാണ്. ചെറിയ സാക്ഷ്യമല്ല തരാൻ പോകുന്നത്, വലിയ സാക്ഷ്യമാണ്. പനി സൗഖ്യമായത് മാത്രമല്ല പറയാൻ പോകുന്നത്. ലാസറിന്റെ വിഷയത്തിൽ ലാസർ ദീനമായിരുന്നു, സൗഖ്യമായെന്നല്ല, എൻ്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കിയിരുന്നു, എന്നാൽ അവന്റെ പേര് വിളിച്ച് യേശു ഉയർപ്പിച്ചു പുറത്തു. അത് വലിയ അത്ഭുതമാണ്, വലിയ മഹത്വമാണ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം അതൊന്ന് വായിക്കാം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ഭാഗം ഒന്ന് വായിച്ചേ. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയപ്പോൾ
രോദ എന്നൊരു ബാലിക്കാരത്തി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. 11-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. നോക്കിയേ, ആ 11-ാം വാക്യം ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഈ ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായി ഞാൻ അറിയുന്നു. യഹൂദ ജനത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു? യഹൂദ ജനം പ്രതീക്ഷിച്ചത്, ഹെരോദാവ് പ്രതീക്ഷിച്ചത് പത്രോസിന്റെ മരണമാണ്. കാരണം തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. യഹൂദ ജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് പത്രോസിന്റെ മരണവും മരണവാർത്തയുമാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഒരു വലിയ കൂട്ടം ജനം, ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അല്ലേ? 12-ാം വാക്യം അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്ത് അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷ എന്നായിരുന്നു? പ്രാർത്ഥിച്ചവന്റെ പ്രതീക്ഷ അവരുടെ പാസ്റ്റർ, അവരുടെ അപ്പോസ്തലൻ, അവരുടെ ദൈവദാസൻ വീണ്ടും ശുശ്രൂഷയിൽ സജീവമാകും. ആ മനുഷ്യനെ മരണത്തിന് ഇപ്പോൾ ദൈവം വിട്ടുകൊടുക്കത്തില്ല, ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. അതായിരുന്നു പ്രാർത്ഥിച്ചവരുടെ പ്രതീക്ഷ. യഹൂദന്മാരുടെ ഹെരോദാവിന്റെ പ്രതീക്ഷ എന്നായിരുന്നു? 11-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശത്രുക്കളുടെ പ്രതീക്ഷ എന്നായിരുന്നു? പത്രോസിന്റെ മരണം, തകർച്ചയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാം, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷയല്ല വാഗ്ദത്തമുള്ള നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ കുറിച്ച് ചിലത് പ്രതീക്ഷിക്കുന്നു. ദൈവമക്കൾ നിനക്കായി ചിലത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്താണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളാണ് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ശത്രുവിന്റെ പ്രതീക്ഷകളല്ല, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ. പ്രിയ ദൈവദാസനെ, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ചില ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, മാനസികമായ ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവ മനുഷ്യനെ, പ്രിയ കുടുംബമേ, പ്രിയ സഹോദരനെ, കർത്താവിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷകളല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും ശുശ്രൂഷയിലും സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നിൽ ചിലത് പ്രതീക്ഷിക്കുന്നു. താങ്കളും പ്രതീക്ഷയോടെ ചിലത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രത്യാശ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാനിത് വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ,